വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വാപൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി അവർ കർത്താവിനെ ആരാധിക്കും. നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത, നമ്മുടെ മാംസക്കണ്ണുകൾ കളന്നു കുറിക്കുവാൻ കഴിയാത്ത ഒരദൃശ്യ ലോകം ഇതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങൾ കാണുന്നതിന് മാത്രമേ ആസ്തിക്യം ഉറപ്പിക്കുന്നുള്ളൂ എന്ന് അനേകർ പറയുമ്പോൾ, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഗ്ദത്തത്തിനെതിരെ, നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനെതിരെ, നമ്മുടെ താലന്തുകൾക്കെതിരെ പോരാടുന്ന അദൃശ്യ ശക്തികളോട് യുദ്ധം നടക്കുന്ന ദിവസങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥന. 3-7-21-40 സന്ധ്യ മുതൽ സന്ധ്യ വരെ, യാമം മുതൽ യാമം വരെ ഈ നിലയിൽ വിശുദ്ധ തിരുവെഴുത്തിൽ ഉപവാസങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവവചനത്തിലേക്ക് അല്പ മിനിറ്റുകളിൽ പ്രാരംഭ സമയം തന്നെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് നൽകിയൊരു നിയോഗം പങ്കുവെച്ച് പ്രാർത്ഥനാപൂർവം എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണങ്ങൾ കണ്ടെത്തി അതിന്മേൽ ജയമെടുക്കുക എന്നതാണ് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കഷ്ടത അനുവദിക്കുന്നു? ഒരു ദൈവ പൈതൽ എന്തുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത ശോധനകളിലൂടെ കടന്നു പോകുന്നു? തിരുവെഴുത്ത് പറയുന്ന ശ്രദ്ധേയമായൊരു വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഈ വാക്യം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്കാക്കി മാറ്റുന്ന ദിവസം വരുന്നു എന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ ഇവിടെയുണ്ടെങ്കിൽ, നീ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ നീ സ്തോത്രം ചെയ്യുന്ന രാത്രിയായി രാത്രി മാറണം. ഒരിക്കൽ കൂടെ ഞാൻ അതേ പറയട്ടെ, നാം കുടിച്ച വീഞ്ഞിനേക്കാൾ നാം ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി മാത്രം സ്തോത്രം പറയാതെ, അനുഭവിക്കുന്ന റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രം സ്തോത്രം പറയുന്ന മനോഭാവം മാറ്റിയിട്ട് ഇന്ന് രാത്രി അനുഭവിക്കുന്ന മുള്ളുകൾക്ക് കൂടെ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്ന ഒരു രാത്രിയായി രാത്രി തീരട്ടെ. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപിൽ ആമുഖത്തിൽ തന്നെ ചോദിക്കട്ടെ, സാധാരണ ഡയമണ്ടോ രത്നങ്ങളോ വയ്ക്കുന്ന പ്രത്യേകമായ തുണിയുടെ കളർ വെളുത്തതാണോ കറുത്തതാണോ? അറിയാം, കറുത്ത പട്ടിനകത്താണ് വിലയേറിയ രത്നങ്ങൾ വയ്ക്കാറുള്ളത്. അതിനൊരാശയമുണ്ട്. കഷ്ടതയുടെ പട്ടിനകത്താണ് നിന്റെ ശോധനയിൽ തെളിയുന്ന അനുഗ്രഹങ്ങൾ പ്രകാശിക്കുന്നത്. ഘോരമായ ഇരുട്ടിൽ മാത്രമേ വെളിച്ചത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് പ്രകാശവും അതിൻ്റെ മനോഹാരിതയും വെളിപ്പെടുകയുള്ളൂ എങ്കിൽ, നീ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ, നീ സഹിക്കുന്ന കണ്ണുനീരിൻ്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി മാത്രമല്ല, സഹിക്കുന്ന മുള്ളുകൾക്ക് വേണ്ടി കൂടെ കർത്താവിന് ശബ്ദമുയർത്തി ആരാധന അർപ്പിക്കുന്ന രാത്രിയായി തീരണം. ഞാൻ നിങ്ങളോട് ഈ ആമുഖത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജോസേഫിൻ്റെ ജീവിതത്തിൽ അവൻ തൻ്റെ കുടുംബത്തിനകത്തിരുന്ന സമൃദ്ധിയുടെ കാലഘട്ടം കൊണ്ടാണോ, അവൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ കാലം കൊണ്ടാണോ കൂടുതൽ പഠിച്ചത്? നമുക്കറിയാം, കഷ്ടതയുടെ കാലം കൊണ്ടാണ് കൂടുതൽ പഠിച്ചത്.
ഒരിക്കൽ നിത്യതയിൽ കൂടി വരുന്ന മഹാ തേജസ്സിന്റെ സദസ്സിൽ പിതാവായ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. നിത്യതയിൽ എത്തിച്ചേർന്നിരിക്കുന്ന തേജസ്സിന്റെ പുത്രന്മാരെ, കഷ്ടത അനുഭവിക്കാതെ ഇവിടെ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറയാൻ സ്വർഗം തയ്യാറായാൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒറ്റ വ്യക്തി കാണുകയില്ല. സ്തോത്രം. കാരണം നിത്യതയുടെ തേജസ്സിൽ പറന്നു കയറിയ ആദ്യത്തെ വിശുദ്ധൻ മുതൽ നിത്യതയിലെത്തിയ ഒടുവിലത്തെ വിശുദ്ധൻ വരെ അവിടെ എത്തിയത് കഷ്ടതയുടെ പാതയിലൂടെയാണ്. നിങ്ങൾക്ക് ഒരു വേദഭാഗം പറയുമ്പോൾ ഈ ആമുഖത്തിൽ ബോധ്യമാകും. നിന്റെ വലങ്കരത്താൽ നീ എന്നെ പിടിക്കും, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതൽ വലങ്കരത്താൽ പിടിക്കപ്പെടുന്നതിനും മഹത്വത്തിലേക്ക് കൈക്കൊള്ളപ്പെടുന്നതിനും ഇടയിലുള്ള ഈ ഭൂമിയിലെ യാത്ര ഒരു ഭക്തൻ അനുവദിച്ചിരിക്കുന്ന കഷ്ടതയുടെ പാതയിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായി മനുഷ്യകുലത്തിൽ നിന്ന് പറുദീസയിൽ പറന്നു കയറിയ വിശുദ്ധന്റെ പേര് പറയാമോ? വെള്ളിച്ചിറകുള്ള മാലാഖമാർ അകമ്പടി സേവിച്ച് ആയിരക്കണക്കിന് ദൂതസഞ്ചയങ്ങളുടെ ആരവത്തോടെ നിത്യതയിലേക്ക് മനുഷ്യകുലത്തിൽ നിന്ന് കയറിപ്പോയ ഒന്നാമത്തെ വിശുദ്ധന്റെ പേര് പറയാമോ? മറ്റാരുമല്ല, ഹാബേൽ. കട്ടിലേക്ക് കിടന്നല്ല മരിച്ചത്. വായുഗുളിക ഉരച്ചു കൊടുക്കാൻ അടുത്ത ആളില്ലായിരുന്നു. സ്വന്തം സഹോദരന്റെ അടിയേറ്റ് നിലത്ത് വീണ് സ്വന്തം രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യം മുദ്ര വെച്ച് ഈ ഭക്തൻ നിത്യതയിലെത്തിയെങ്കിൽ മഹാദൈവം ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ഇവിടെ വന്നവരിൽ വെച്ചും ഏറ്റവും കൂടുതൽ കഷ്ടത സഹിച്ചയാൾ ആരാണ്? എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ഒരാളെ കാണുകയുള്ളൂ, കഷ്ടങ്ങളാൽ തികഞ്ഞ നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസിംഹാസനത്തിലേക്ക് ഉയരട്ടെ. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ വേദഭാഗത്തിലേക്ക് ഒരു പഠന മനോഭാവത്തോടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. പുസ്തകമെടുക്കാം. പ്രവർത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. നമുക്ക് ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ വാക്യം ഉച്ചസ്ഥരത്തിൽ ശബ്ദം ഉയർത്തി എല്ലാവരും ചേർന്നൊന്ന് പറയണം. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളുടെയും മനസ്സിന്റെ ഉള്ളു തൊട്ട് വേണം ആ വാക്യം പറയാൻ. എല്ലാവരും ശബ്ദം ഉയർത്തി വലങ്കരം ഉയർത്തിപ്പിടിച്ച് ആ വാക്യം ഒന്ന് ഉദ്ധരിച്ച് പറയണം. ഒന്ന് പറഞ്ഞാട്ടെ, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും. ബാക്കി അങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കരം ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിലെ കാരണം ഗ്രഹിക്കാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ മിനിറ്റിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചില പോരാട്ടങ്ങൾ ജീവിതത്തിൽ സഹിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനെ മഥിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടത്തക്ക വിധം യേശുവിൻ്റെ കരം ബലത്തോടെ ഇറങ്ങുന്ന രാത്രിയാണ്. ഞാൻ ഈ രാത്രി ഇരിക്കുന്ന സദസ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മീഡിയയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുക്കലേക്ക് ജീവന്റെ വചനം മുഴങ്ങി എത്തുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവൻ്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ സദസ്സിന്മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. നിത്യതയുടെ ദർശനം ചില അകക്കണ്ണുകൾ
കണ്ണുകളിൽ പതിക്കുന്ന രാത്രിയായി തീരുവാൻ, മനസ്സിലാക്കാൻ കഴിയാത്ത ചില ശോധനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവിക ഉൾക്കാഴ്ച വ്യാപരിക്കുന്ന രാത്രിയാകുവാൻ ഞങ്ങൾ ഈ സദസ്സിനെ പ്രാർത്ഥിച്ച് നിങ്ങൾ കൈമാറുന്നു. കർത്താവ് ഇത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഞാനിന്ന് രാത്രിയിൽ പറയുന്ന സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. 2, നാം കഷ്ടത അനുഭവിക്കുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടതയോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? 3, ഈ കഷ്ടതയുടെ പരിണിത ഫലം എന്താണ്? വളരെ ശ്രദ്ധയോടെ, തികച്ചും ഏകാഗ്രതയോടെ ഈ വിഷയം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നാം അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് നടുവിൽ നമ്മുടെ മനോഭാവം കഷ്ടതയോടെ എങ്ങനെയായിരിക്കണം? 3, ഈ കഷ്ടതയുടെ പരിണിത ഫലം എന്താണ്? എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ മഹാദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയാണ് നിറവേറ്റപ്പെടുന്നത്. നമുക്കറിയാം, ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്ന കഷ്ടതയുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തിയുടെ വിടുതൽ വെളിപ്പെടുന്ന കഷ്ടതകളുണ്ട്. ഈ കഷ്ടതകളെ വിഭജിച്ചു മനസ്സിലാക്കാൻ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കപ്പെടണം. ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തക ചരിത്രത്തിൽ ഈ 31,173 വാക്യങ്ങളിൽ ചരിത്രം കണ്ടറിഞ്ഞ ഏറ്റവും ശക്തന്മാരായ കർത്തൃദാസന്മാർ അസാധാരണ കഷ്ടതകളിലൂടെ കടന്നുപോയതിൻ്റെ കാരണം എന്താണ്? അടകല്ലിലേക്ക് തല കയറ്റി വെച്ചു കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ചും, അതേ കുതിരയുടെ വാലിൽ കെട്ടി ക്രൂരവും മൃഗീയവും മനുഷ്യത്വരഹിതവുമായി പെരുവഴിയിലൂടെ വലിച്ചിഴച്ചു കൊന്നും, അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് പൊട്ടിക്കുക മാത്രമല്ല, വലിയ കടുന്തൂക്കുകളുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് ശരീരം ചിന്ന ഭിന്നമായി തകർത്ത്, വൃക്ഷക്കൊമ്പുകൾ വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങൾ 2 തുണ്ടുകളാക്കി കീറി മാറ്റി, മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി ക്രൂരമായി കൊന്ന് വിശുദ്ധന്മാർ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോൾ നാം സേവിക്കുന്ന ദൈവം എവിടെയായിരുന്നു? ചില പ്രത്യേക പ്രതിസന്ധികൾക്ക് നടുവിൽ ആ കഷ്ടതകൾ മാറാതെ അവരുടെ മരണം വരെ അനുഭവിച്ചതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ചെയ്ത ഒരു ദൈവഭൃത്യനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, ഏലിയാവിൻ്റെ പിൻഗാമിയായി രംഗപ്രവേശനം ചെയ്ത ഏലിശ. സാധാരണക്കാരനല്ലത്. ഏലിയാവിൻ്റെ തോളിൽ നിന്ന് വീണ പുതപ്പുമായി കടലിലെ യോർദാനെ അടിക്കുമ്പോൾ സ്ഫടിക കഷണം പോലെ യോർദാൻ 2ആയി മുറിച്ചു മാറ്റാനുള്ള അധികാരം വ്യാപരിച്ച ഏലിശ എന്തിന്? പട്ടണത്തിന്റെ ഗർഭനാശത്തിന് മുൻപിൽ അല്പം ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് ആ ജലാശയത്തിലേക്ക് ഇട്ടപ്പോൾ കയ്പ് മാറി മധുരമാകത്തക്ക വിധം ഒരു ജലാശയത്തിൽ തന്റെ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിപ്പിച്ച ഏലിശ, ഒരു സാധുവായ സ്ത്രീയുടെ ഭരണിയിൽ അത്ഭുതം ചെയ്യത്തക്ക വിധത്തിൽ ദൈവം ഉപയോഗിച്ച ശക്തനായ ഏലിശ, ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ മടക്കി വരുത്തിയിട്ട് ആ കുഞ്ഞിനെ ഉയർപ്പിക്കാൻ ദൈവശക്തി വ്യാപരിച്ച ഏലിശ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രവാചക ശിഷ്യൻ തൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചുപോയ കോടാലി അത് വീണ സ്ഥലം കാണിച്ചപ്പോൾ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് താൻ എറിഞ്ഞ കോടാലിയുടെ സ്വാധീനത്തിന്റെ കൊമ്പിന്റെ സ്വാധീനത്തിനുള്ള കോടാലി മുകളിലേക്ക് കയറി വരത്തക്ക വിധത്തിൽ അത്ഭുതത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഏലിശ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ മന്ത്രിക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്റെ കാതിൽ മുഴങ്ങത്തക്ക വിധത്തിൽ ദൈവപ്രവൃത്തിയുടെ ഉപകരണമായി മാറിയ ഏലിശ എന്തിന്? ദൈവത്തിന് സ്തോത്രം. തകർക്കാൻ വേണ്ടി ശത്രു സൈന്യത്തെ നിയോഗിച്ചതിന് ശേഷം കാത്തു നിൽക്കുമ്പോൾ പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്ന വേളയിൽ അവരോടുകൂടെ ഉള്ളവരെക്കാൾ നമ്മോടുകൂടെ ഉള്ളവർ അധികമെന്ന് പറയത്തക്ക വിധത്തിൽ സ്വർഗത്തിന്റെ സൈന്യം മല നിറയെ ഇറങ്ങി വരത്തക്ക വിധത്തിൽ ദൈവം ഉപയോഗിച്ച ചരിത്രത്തിലെ അത്ഭുത പുരുഷനായ ഏലിശ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, തീർന്നിട്ടില്ല. മരിച്ചു മൺമറഞ്ഞതിന് ശേഷം അദ്ദേഹം
അദ്ദേഹത്തെ അടക്കിയ കുഴിക്കകത്തേക്ക് വീണ ഒരുവന്റെ ഡെഡ് ബോഡി, ശരീരത്തെ, ആ ഡെഡ് ബോഡിയെ ഈ അസ്ഥി തൊട്ട് കഴിഞ്ഞപ്പോൾ വ്യാപരിച്ച ദൈവശക്തി കൊണ്ട് മരണാനന്തരം ഈ അസ്ഥിയിൽ നിന്ന് പ്രവഹിച്ച ദൈവാത്മ വ്യാപാരത്താൽ അവൻ ചാടി ഇണീക്കത്തക്ക വിധത്തിൽ, അസ്ഥികളിൽ പോലും രോഗശാന്തി വ്യാപരിക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ വിടുതൽ വ്യാപരിച്ച എലിശ എന്തുകൊണ്ട് മരിക്കത്തക്ക ഒരു രോഗം ബാധിച്ച് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു? അദ്ദേഹം മരിച്ചത് തൊട്ടു മുൻപുള്ള തന്റെ മുൻഗാമി അഗ്നി അശ്വരഥങ്ങളിൽ എടുക്കപ്പെട്ടതുപോലെയല്ല. അദ്ദേഹം മരിച്ചത് ഒരു മാരക രോഗബാധിതനായിട്ടാണ്. എന്തുകൊണ്ട് ഏലിശ മാരക രോഗബാധിതനായി മരിക്കേണ്ടി വന്നു? വിശുദ്ധ വേദപുസ്തകത്തിലെ 31,173 വാക്യങ്ങൾ നാം വിശകലനം ചെയ്ത് പഠിച്ചാൽ യേശു ക്രിസ്തു കഴിഞ്ഞാൽ മഹാദൈവത്തിന്റെ ദിവ്യപ്രഭയെ സ്വന്തം ആളത്വത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു കർത്തൃദാസനുണ്ട്. അത് മോശയായിരുന്നു. 40 ലക്ഷം വരുന്ന ജനത്തിന് 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്ന മോശ പർവ്വതത്തിന് മുകളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ത്വക്കിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശധാരയ്ക്ക് മുൻപിൽ മോശയെ മൂടുപടമിട്ടുകൊണ്ട് സംസാരിക്കുക, കണ്ണിന് വഹിക്കാൻ വയ്യ എന്ന് പറയത്തക്ക വിധം ദിവ്യ തേജസ്സിന്റെ അഭൗമപ്രഭ, മഹാദൈവത്തിന്റെ തേജസ് സ്വന്തം ത്വക്കിൽ സ്വീകരിച്ച് പ്രതിഫലിപ്പിച്ച മോശ ഈ ദൈവദാസന്റെ വിക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് മാറാതെയിരുന്നു? എന്തുകൊണ്ട് ദൈവം ഇതിന് അനുവദിച്ചു? ഉത്തരീയവും റൂമാലും കൊടുത്തുവിട്ട് രോഗികൾ സൗഖ്യമാകത്തക്ക വിധം അതീന്ദ്രിയമായ ദൈവശക്തി വ്യാപരിച്ച ധന്യനായ പൗലോസ്ലീഹ 30-ലധികം പട്ടണങ്ങളിലും 29-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്ന കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തിയ ആ കരുത്തനായ ദൈവഭൃത്യൻ പട്ടളത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ദുർഭൂതത്താൽ സ്വാധീനിക്കപ്പെട്ട ഒരു ഫിലിപ്പിയൻ കോളനിയിലെ പെൺകുട്ടിയുടെ ഉള്ളിൽ വ്യാപരിച്ച ദുരാത്മാവിനെ ഒറ്റ വാക്കിൽ പുറത്താക്കത്തക്ക വിധത്തിൽ പൈശാചിക ശക്തികളുടെ മേൽ അധികാരം പ്രാപിച്ച ആ കർത്തൃദാസൻ മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി ഭരിക്കുന്ന അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധത്തിൽ തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യാപരിച്ച ദൈവശക്തിയാൽ അവറ്റകളെ ബന്ധിക്കാൻ അധികാരം പ്രാപിച്ച ഈ അഭിഷിക്തൻ എന്തുകൊണ്ട് ഗലാത്യരോട് സംസാരിക്കുമ്പോൾ, തന്റെ സഹപ്രവർത്തകരോട് ഇടപെടുമ്പോൾ, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ഒരു ദൈവദൂതനെ പോലെ എന്നെ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ ഇതെന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. അപ്പോൾ അവിടുത്തെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയത്തക്ക വിധം ശരീരത്തിൽ മറ്റുള്ളവർ കാണുമ്പോൾ നിന്നയോടെ കാണത്തക്ക വിധത്തിലുള്ള ഒരു രോഗം എന്തുകൊണ്ട് ശരീരത്തിൽ പേറേണ്ടി വന്നു? സൗഖ്യം പ്രാപിക്കാതെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസിന്റെ ശുശ്രൂഷയാൽ കൃപയിലേക്ക് വന്ന് ഉപയോഗിക്കപ്പെട്ട തിമത്യോസ് തന്റെ ശരീരത്തിൽ അജീർണ്യത എന്ന ദഹനക്കേട് എന്ന ആ ബലഹീനത താൻ നിരന്തരമായി വീഞ്ഞനുഭവിച്ചുകൊണ്ട് മാറ്റിക്കൊള്ളണം എന്ന് പറയത്തക്ക വിധത്തിൽ ആ രോഗത്തിന് എന്തുകൊണ്ട് പരിഹാരം അനുവദിക്കപ്പെട്ടില്ല? എഫപ്രാദിത്തോസ് എന്ന കരുത്തനായ ദൈവദാസൻ തന്റെ ഉത്തരീയവും റൂമാലും കൊടുത്തുവിട്ട് സൗഖ്യം പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ രോഗിയായി മിലേത്തോസിൽ വിട്ടേച്ചു പോരേണ്ട സ്ഥിതി എന്തുകൊണ്ടുണ്ടായി? ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നാം അനുഭവിക്കുന്ന കഷ്ടതയുടെ കാരണം കണ്ടെത്താൻ നമ്മുടെ കണ്ണ് തുറന്നേ മതിയാകൂ.
ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, കർത്താവേ, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം കണ്ടെത്താൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി വാ തുറന്ന് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്ന് മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറന്ന് ആത്മാവിലൊന്ന് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം കണ്ടെത്താൻ എത്ര പേർ ശബ്ദം ഉയർത്തും? എത്ര ഹൃദയങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരും? മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിനകത്ത് നിഴൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പറന്നുയരുവാൻ ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ അനുവദിക്കാതിരിക്കത്തക്ക വിധം കൂട്ടിലടച്ചൊരു പക്ഷിയെ പോലെ ഇന്ന് രാത്രി നീ പോരാട്ടത്തിന് നടുവിൽ കഴിയുന്ന ദൈവപൈതലാണ്. മറ്റൊരാൾക്ക് നിന്റെ വേദനയുടെ കാരണം മനസ്സിലാക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട്. നീ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ അർത്ഥം തിരിച്ചറിയാൻ മറ്റുള്ളവർക്ക് കഴിയാതെ ഇരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശബ്ദം ഉയർത്തി പറയണം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം കണ്ടെത്താനുള്ള കൃപ എനിക്ക് തരണമേ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ മീതെ നിഴൽ വിരിക്കുന്ന രാത്രിയാണ്. നിന്റെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് അഴിച്ചു മാറ്റാൻ കഴിവുള്ളവനാണ് സേവിക്കുന്ന കർത്താവെങ്കിലും ഈ കഷ്ടതയുടെ പുറകിലെ കാരണങ്ങൾ കണ്ടെത്താൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എൻ്റെ കഷ്ടതയുടെ പുറകിലെ കാരണം കണ്ടെത്താൻ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുത ഉറപ്പാണ്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയല്ല പ്രിയപ്പെട്ട ദൈവദാസനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഞാൻ എവിടെ ജനിക്കണം? ഒരു പാട്ടിന്റെ ചരണം പാടിക്കൊണ്ടാണ് ചാടി എഴുന്നേറ്റത്. എന്താണ് ചാടിയപ്പോൾ ആ ചാടി എഴുന്നേറ്റപ്പോൾ പാടിയ ഭാഷ? അത് പാട്ടൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം, ആമേൻ, ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എല്ലാം ചെയ്തു, എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്തു, വേല തികയ്ക്കുന്ന എന്റെ ആഹാരം, ഓ വേല തികയ്ക്കുന്ന എന്റെ ആഹാരം, എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ആമേൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഓ ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൽ, ആമേൻ, ഞാനവൻ ദോഷം ചെയ്യുവാൻ. ഓ ഇന്നെനിക്കു വന്നു ആമേൻ നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഗീതമാണെന്നു ഞാൻ അറിയുന്നു. ഓ തൻഗീതമാണെന്നു ഞാൻ അറിയുന്നു. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അടുത്ത പ്രയോഗം ഒന്ന് നിർത്തി ശ്രദ്ധിച്ച് പാടണം.
പഴയ കാലഘട്ടത്തിലെ ഭക്തന്മാരുടെ ദർശനത്തിന്റെ അകപ്പൊരുൾ. സ്തോത്രം. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാൽ എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ. എത്ര പേർക്ക് ധൈര്യത്തോടെ പാടാൻ കഴിയും? എന്നെ തകർത്തിടാൻ താതനിഷ്ടം എങ്കിൽ തൻഹിതമതെന്നിൽ പൂർണ്ണമാകട്ടെ. തൻഹിതമതെന്നിൽ പൂർണ്ണമാകട്ടെ. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക വിടുതലുകളുടെ വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവഹിതത്തിനായി ജീവിതത്തെ കൈമാറാൻ നമ്മുടെ നാവ് തുറക്കുന്ന രാത്രിയാകണം. സാത്താന്യ ശക്തികൾ ഈ തലമുറയിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപകടം ദൈവിക വിടുതലുകളുടെ തെറ്റായ സങ്കല്പങ്ങൾ നമ്മിൽ കുത്തിവെച്ചതിന് ശേഷം കഷ്ടതയുടെ പുറകിലെ കാരണം കണ്ടെത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കാതെ നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കാം. എന്നാൽ സകല കഷ്ടതകളുടെ പുറകിലെയും കാരണം കണ്ടെത്താൻ ഇന്ന് രാത്രി പ്രാർത്ഥനാപൂർവം ഈ ഉപവാസത്തിൽ ദൈവമുഖം തേടണം. ഓർക്കുക, ഒരു കർത്തൃദാസൻ ഇങ്ങനെ കുറിച്ചു. തൻ്റെ ജീവിതത്തിൽ ദൈവിക വിടുതലുകളെ കുറിച്ചുള്ള ബോധ്യക്കുറവാണു തൻ്റെ മകന്റെ സൗഖ്യത്തിന് തടസ്സം എന്ന് ചിന്തിച്ച് താൻ പരിഭവിച്ചു. ഷുഗർ രോഗബാധിതനായ തൻ്റെ 14-കാരൻ മകൻ കഠിന രോഗത്താൽ ബാധിതനായി. ആ സമയം സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിയിട്ട് ആരോ തന്നോട് പറഞ്ഞു, മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ എന്ന വചനം വെച്ച് ചർച്ചിൽ കൊണ്ടുപോയി കിടത്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുമെന്ന്. ആ സങ്കല്പത്തിന്റെ മുൻപിൽ താൻ കട്ടിലിൽ തൻ്റെ മകനുമായി ചർച്ചിലെത്തി ചർച്ചിൽ കിടത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1, 2, 3-ാം ദിവസം സന്ധ്യയിൽ ആ കുഞ്ഞു മരിച്ചു. ആ ദൈവദാസൻ ജീവിതാനുഭവത്തിൽ ഇങ്ങനെ കുറിച്ചു, ഞാൻ അത് ചെയ്തത് ദൈവത്തിൻ്റെ ഹിതം ചോദിച്ചിട്ടല്ല, എൻ്റെ സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമായിരുന്നു. ഓർക്കുക, ഗോപുരത്തിങ്കലേക്ക് കൊണ്ടുപോയി താഴേക്ക് ചാടുവാൻ സാത്താൻ യേശുവിനെ പ്രേരിപ്പിക്കുമ്പോൾ ഉപയോഗിച്ചത് ഒരു വാക്യമായിരുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. യേശു പറഞ്ഞു, പിശാചേ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. ഓർക്കുക, വ്യർത്ഥമായ വിടുതലുകൾക്കായി നിന്റെ മനസ്സിലേക്ക് തെറ്റായ വാക്യങ്ങളുടെ സങ്കല്പങ്ങളെ ഇട്ടുതന്ന് വിടുതൽ പ്രാപിക്കാതെ വരുമ്പോൾ പിന്മാറ്റത്തിലേക്ക് വലിച്ചിഴയ്ക്കത്തക്ക വിധം നിന്റെ മനസ്സിനെ ബന്ധിക്കുന്ന ഒരു സാത്താന്യ സ്വാധീനം പുറകിൽ നിന്ന് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവഹിത പ്രകാരം മാത്രം പ്രാർത്ഥിക്കാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. വ്യർത്ഥ സങ്കല്പം കൊണ്ട് എൻ്റെ സുവിശേഷ ഘോഷണത്തിൽ പ്രാർത്ഥനയുടെ ഭാവം മാറ്റി എൻ്റെ ദൈവത്തെ തെറ്റിദ്ധരിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് നടുവിൽ എൻ്റെ കഷ്ടതയുടെ കാരണം കണ്ടെത്താൻ എനിക്ക് കൃപ തരണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു ഭക്തന്റെ കഷ്ടതയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 6 പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ച് കേൾക്കണം. വേഗം ഞാൻ അവസാനിപ്പിക്കാം. ഈ സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ സഹോദരിമാർക്കുള്ള ഏകാഗ്രതയുണ്ടല്ലോ, അതുപോലെ ഇന്ന് രാത്രി ഏകാഗ്രമായിട്ട് വേണം ഈ വചനം കേൾക്കാൻ. 1-ാമത്തെ കാരണം, ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടത അവന്റെ നിയമനമാണ്, അപ്പോയിന്റ്മെന്റ് ആണ്. ഞാൻ വിശദീകരിക്കാം ചുരുക്കമായി. 2-ാമത്തെ കാരണം, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന മാതൃകയാണ്. 3,
ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത ദൈവം അവൻ അനുവദിക്കുന്ന സ്നേഹത്തിന്റെ ശിക്ഷണമാണ്. വളരെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. 4, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത അവന് വേണ്ടി ദൈവം അനുവദിക്കുന്ന ടെസ്റ്റ് പോയിന്റ് ആണ്, പരീക്ഷയാണ്, സർവശക്തന്റെ CID സിസ്റ്റമാണ്. സ്തോത്രം. അടുത്തത്, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത അവനെ മടക്കി വരുത്താൻ ഉള്ള ദൈവശബ്ദമാണ്. അടുത്തത്, ഒരു ഭക്തന്റെ ജീവിതത്തിലെ കഷ്ടത വിതച്ചത് കൊയ്യാൻ ഒരുക്കുന്ന പ്രത്യേക വഴികളാണ്. ഇതിൽ ഏതാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലിരിപ്പാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ അപ്പച്ചൻ അനുവദിക്കാതെ എൻ്റെ അതിര് നീക്കിക്കൊടുക്കാൻ എൻ്റെ ദൈവം പിശാചിന് കൈയിടാൻ അവസരം കൊടുക്കില്ല എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം. എൻ്റെ കഷ്ടതയിൽ പിശാചാണ് കാരണക്കാരനെങ്കിലും എൻ്റെ അപ്പച്ചൻ അനുവദിക്കാതെ എൻ്റെ അതിര് 1 ഇഞ്ച് പൊളിയുകയില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലേ, ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും ആ അഗ്നിമതിലിനെ പൊളിക്കാൻ പിശാചിന്റെ ഇരുളിൻ കരങ്ങൾക്ക് കഴിയുകയില്ലെന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ വാ തുറന്ന് വിളിച്ചു പറയണം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ പുറകിൽ പിശാചാണ് കാരണക്കാരനെങ്കിലും അത് അനുവദിക്കത്തക്ക വിധത്തിൽ എൻ്റെ അപ്പച്ചൻ്റെ കൈ നീണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള കഴിവ് ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്ന് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലാതെ എല്ലാം ബന്ധനം എന്ന് പറയരുത്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, ഈ തലയോടിൻ്റെ കനം പാറ പോലാണ് അല്ലേ? ഈ തലയോടൊന്ന് തട്ടി നോക്കിയാൽ പാറ പോലാ ഇരിക്കുന്നത്. അതുകൊണ്ട് തലയെല്ലാം പാറയാണ് എന്ന് ഞാൻ ഇവിടെ നിന്ന് വ്യാഖ്യാനിച്ചാൽ എന്നെ അങ്ങോട്ട് പോയാൽ ഊളം പാറയോ ഇങ്ങോട്ട് പോയാൽ ദൈവത്തിന് സ്തോത്രം വല്ല കുതിരവട്ടത്തോ കൊണ്ട് ചികിത്സിക്കണം. സ്തോത്രം. കടുപ്പമുള്ളതെല്ലാം പാറയല്ല സുഹൃത്തെ. ഇതിൻ്റെ പുറകിലെ ദൈവത്തിൻ്റെ കാരണം കണ്ടെത്താൻ കണ്ണ് തുറന്നാൽ നീ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്ന ബന്ധനത്തിൻ്റെ അടിവേര് ദൈവാത്മാവ് അറുത്തുമാറ്റിയിട്ട് അടുത്ത സഭായോഗത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ആ ബന്ധനത്തെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ബലത്തോടെ ചലിക്കും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ചോദിക്കണം, ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം ശിക്ഷയാണോ? ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം പരീക്ഷയാണോ? ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം പരിശോധനയാണോ? ഞാൻ ഈ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൽ നിഗളം സംഭവിച്ച് വീഴ്ച പറ്റാതിരിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ആ മുള്ള ദൈവത്തിന് സ്തോത്രം വെളിപ്പാടുകളുടെ മേഖലയിൽ എനിക്ക് സംഭവിക്കുന്ന തകർച്ച സംഭവിക്കാതിരിക്കാൻ എൻ്റെ അപ്പച്ചൻ എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബലഹീനതയാണോ? ഇത് കാണാൻ കണ്ണ് തുറക്കുന്ന രാത്രിയാകണം. നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ പൈശാചിക ശക്തികൾ വ്യാപരിച്ചുകൊണ്ട് കുടുംബപരമായ ആധിപത്യം പുലർത്തുന്ന ചില ബന്ധനങ്ങളാണോ? ഏത് മേഖലയെന്ന് കാണാൻ കണ്ണ് തുറക്കുന്ന രാത്രിയാകട്ടെ. കഷ്ടത കാണാൻ കണ്ണ് തുറക്കണമെങ്കിൽ വചനത്തിലേക്ക് ഈ രാത്രിയിൽ കണ്ണുയർത്തണം. 1, ഒരു ഭക്തന്റെ കഷ്ടത ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. വായിച്ചാട്ടെ, തിരുവഴുത്തിലേക്ക് ഒരു വേദഭാഗം പെട്ടെന്ന് വരാം. 1 തെസ്സലോനി 3:3 വാക്യം. വേഗം പറഞ്ഞേ. 1 തെസ്സലോനി 3:3 വാക്യം വേഗം വായിച്ചാട്ടെ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. കഷ്ടത എന്താണ്? കഷ്ടത, എല്ലാ കഷ്ടതയും ഒരു ടോപ്പിക്കിന്റെ കീഴിലുള്ള കഷ്ടതയല്ല. ചില കഷ്ടത ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കണ്ണ് കാണുമെങ്കിൽ അനുഗ്രഹം മൂത്ത മോന്റെ തലയിൽ പോകും. കണ്ണ് കാണത്തില്ലെങ്കിൽ അനുഗ്രഹം വഴിമാറി യാക്കോബിന്റെ തലയിൽ ചെല്ലും. മൂത്തവൻ ഇളയവനെ സേവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കപ്പെടണമെങ്കിൽ നിന്റെ കണ്ണ് അന്ധമായി നിൽക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂടെപ്പറപ്പേ, നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ശോധനയുടെ അർത്ഥം ഇന്ന് നിനക്ക് മനസ്സിലാകില്ല. നിത്യതയിൽ എത്തിക്കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും. ദൈവം തിരശീലയ്ക്ക് പുറകിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന എന്തോ പദ്ധതിയാണ്. ഈ കഷ്ടത ഞാൻ അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രാത്രി കണ്ണ് തുറക്കുന്ന ദൈവമക്കൾ പറയണം, ഇതെന്റെ ആയുസ്സിലെ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രശസ്തനായ ഡോക്ടറെ കാണാൻ നിങ്ങൾ ടെലിഫോൺ വിളിച്ചിട്ട് നേരെ കയറി ചെന്നാൽ പറ്റില്ല കേട്ടോ. അവിടെ നിങ്ങൾക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 70 80 വർഷം ജീവിച്ചിരിക്കുന്ന ആയുസ്സിനിടയിൽ നിങ്ങളുടെ കഷ്ടതയുടെ കാലത്തെക്കുറിച്ച് ദൈവത്തിനൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടാണ്
ഇരിക്കുന്നതെങ്കിലും നിനക്ക് വാഗ്ദത്വത്തിന്റെ ഒരു പോരാട്ടം അനുഭവിക്കുന്ന ദൈവപൈതല. 900 ഇരുമ്പ് രഥങ്ങൾ എതിരെ വരുന്ന സീസറയുടെ ശക്തിയേക്കാൾ ഈന്തലിന്റെ ചുവട്ടിൽ നിന്ന് കരയുന്ന ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിന്റെ കുതിരക്കാലുകളെ മുറിച്ചു കളയാൻ ദൈവത്തിന്റെ ദൂതന്മാർ എഴുന്നേറ്റതുപോലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ പൈശാചിക ശക്തികളെ വെട്ടിമാറ്റാൻ ദൈവം തന്റെ ദൂതന്മാരെ നിയോഗിക്കുക തന്നെ ചെയ്യും. അത് വിശ്വസിക്കുന്നവരായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, എന്നാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, എൻ്റെ ജീവിതത്തിന്റെ 10ാമത്തെ വയസ്സിലും 15ാമത്തെ വയസ്സിലും ഇടയിലാണോ, നിന്റെ 30ാമത്തെ വയസ്സിലും 40ാമത്തെ വയസ്സിലും ഇടയിലാണോ, നിന്റെ 60ാമത്തെ വയസ്സിലും 65ാമത്തെ വയസ്സിലും ഇടയിലാണോ നീ സഹിക്കാൻ കഴിയാത്ത ശോധനകൾ നിനക്കെതിരെ സാത്താന്റെ ആവനാഴിയിൽ നിന്ന് അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിനക്കറിയാൻ പറ്റില്ല സഹോദര. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകത്തിന്റെ അധിപതികളോട് സ്വർലോക ദുഷ്ടാത്മ സേനകളോടുമാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, സുഖകരമായി എല്ലാം മുൻപോട്ട് പോകുമ്പോൾ ഒരു ബൈപ്പാസ് സർജറി മതി. അല്ല, ഒരു ദൈവത്തിന് സ്തോത്രം, അല്പം ഒരു മുഴയിൽ നിന്ന് എടുത്തിട്ട് ടെസ്റ്റിലേക്ക് അയക്കുന്ന ഒരു ബയോപ്സി റിപ്പോർട്ട് മതി നിന്റെ കുടുംബത്തിന്റെ താളം തകർക്കാൻ. അടുത്ത 3 വർഷം എക്സ്പയറി ഡേറ്റ് കഴിയുന്നത് വരെ മരുന്നിന് ശക്തി വരുന്നത് പോലെ ആ കഷ്ടതയ്ക്ക് ചിലപ്പോൾ നിന്നോട് പോരാട്ടത്തിന് വീര്യം കാണും. എത്ര ദിവസം ആ കഷ്ടത നിന്നോട് പോരാടണമെന്ന് എൻ്റെ അപ്പച്ചൻ നീ ജനിക്കുന്നതിന് മുൻപ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ നിന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ വിളിച്ചു പറയണം, എൻ്റെ കഷ്ടത സാധാരണ കഷ്ടതയല്ല, എൻ്റെ കഷ്ടത എൻ്റെ അപ്പച്ചൻ്റെ മുൻനിർണയത്തിന്റെ ഭാഗമാണ്. ഇത് അപ്പോയിന്റ്മെന്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. 2, കഷ്ടത യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനുള്ള ദൈവത്തിന്റെ വഴിയാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ പത്രോസിന്റെ ലേഖനത്തിലേക്കൊന്ന് വരണം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് തന്നെ ശ്രദ്ധിക്കണം. 1 പത്രോസ് 2:21. എന്താണ് കഷ്ടത? 1, കഷ്ടത ഒരു ഭക്തന്റെ ജീവിതത്തിലെ നിയമനത്തിന്റെ ഭാഗമാണ്. 2, കഷ്ടത യേശുക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ ദൈവം വെച്ചിരിക്കുന്ന ജീവിത പദ്ധതിയാണെന്ന് വായിച്ചാട്ടെ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ, നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആ സ്തോത്രത്തിന് അത്ര ശക്തി പോരായിരുന്നു. ഒന്നുകൂടെ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. ഈ വചനം ഇന്ന് രാത്രി ഉള്ളിലോട്ടൊന്ന് കയറുന്ന രാത്രിയായി രാത്രി തീരട്ടെ. പണ്ട് കരപ്പൻ വന്ന് കഷായം കുടിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്താമോ? പണ്ട് കരപ്പൻ വന്ന് കഷായം കുടിച്ചവർ, ഇന്ന് ഈ കരപ്പനൊന്നും ഇല്ലല്ലോ. ഈ കരപ്പൻ വന്ന് കഷായം കുടിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ഒരു പ്രക്രിയ അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാമോ അതിൻ്റെ സുഖം. സ്തോത്രം. ഈ നനകല്ലേലൊക്കെ പണ്ടത്തെ ചൂടുവെള്ളമൊക്കെ ചെമ്പിൽ തിളപ്പിച്ചങ്ങോട്ട് കൊണ്ടുവച്ച് കൊടി പറിച്ച് പണ്ടത്തെ കൊടിയുടെ ഭാഗം അങ്ങോട്ട് പിടിച്ച് അച്ചതച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് കൊച്ചനെ നേരെ നനകല്ലേലോട്ട് കയറ്റി നിർത്തി കൈ 2 പുറകോട്ടൊന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ കാലിൻ്റെ ഭാഗത്തെ കരപ്പൻ്റെ മേഖലയിൽ ഈ കൊടിത്തണ്ട് ഒരച്ചൊരു കഴുകുണ്ട്. സ്തോത്രം. അപ്പോൾ സ്തോത്രം പറയത്തുമില്ല കേട്ടോ, വാ പൊളിച്ചലറും. അവസാനം ഇങ്ങോട്ട് പിടിച്ച് 2 കൈയും പുറകിൽ കൂട്ടിക്കെട്ടി കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം വായിലോട്ടങ്ങോട്ട് ഒഴിച്ചു തരും. ഷുഗറിൻ്റെ സാന്നിധ്യം ഒന്നുമില്ല, നല്ല കയ്പായിരിക്കും. തീ കോച്ചുന്ന കയ്പ്. എന്തിനാ ഈ ബുദ്ധിമുട്ടെല്ലാം സഹിക്കുന്നതെന്നറിയാമോ? ഈ വിത്തേൽ 2 തുടം എൻ്റെ കൊച്ചിൻ്റെ അകത്ത് കയറിയാൽ ഈ പിത്തശൂല ഇവിടെ അവസാനിക്കും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഒത്തിരി ഒന്നും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഈ വചനത്തിൻ്റെ 2 തുടം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ നിങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം പറയാതെ എഴുന്നേൽക്കുകയല്ല. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിക്കണം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഏതിനായിട്ട്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നാം അവന്റെ കാൽച്ചുവടുകളെ പിൻപറ്റേണ്ടതിന് അവൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഗതസമന വരെ യേശുവിനെ പിൻപറ്റാൻ ഒത്തിരി ഇഷ്ടമാകട്ടോ. 5 അപ്പം കൊണ്ട് 5000 കപ്പക്കൂനെ വെളിപ്പെടുത്തിയ യേശുവിനെ, ഇരമ്പി മറിയുന്ന കടൽ തിരമാലകളെ ഒറ്റ വാക്കിനെ നിലയ്ക്ക് നിർത്തിയ യേശുവിനെ, ശവമഞ്ചത്തിൽ തൊട്ട് മരിക്കാതെ സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഡെഡ് ബോഡിയെ ചാടി എഴുന്നേൽപ്പിച്ച യേശുവിനെ, മരിച്ച് 4 നാളായി നാറ്റം വെച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച യേശുവിനെ, മുറിവേറ്റ് നിലത്ത് വീണ് പിടയുന്ന ചെവിയെ തിരിച്ചെടുത്ത് കൊടുത്ത് സെറ്റ് ചെയ്ത യേശുവിനെ, ആ പിൻപറ്റലൊക്കെ നമുക്ക്
ഇഷ്ടമാ. എന്നാൽ പ്രഭാതത്തിലെ നാറുന്ന തുപ്പൽ കൊണ്ട് മുഖം അഭിഷേകം ചെയ്യപ്പെടുമ്പോ ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി എന്ന പ്രവചന നിവർത്തി കൊണ്ട് ഗദസമനയിലെ ചോര ചിന്തുന്ന പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നരകത്തിൽ ഊറക്കിട്ട ദുർമനസാക്ഷിയോടും വഞ്ചനയിൽ തുകച്ചെടുത്ത മുഖത്തോടും കൂടെ ഇരുതലമൂരിയായ യൂദാ ഇസ്കരിയോത്താവിന്റെ കൊടും ചുംബനം എന്ന ചതിവ് ചുംബനം ഏറ്റുവാങ്ങുന്ന യേശുവിനെ ഒടുവിൽ ഗബത്തയിലേക്ക് കൊണ്ടുപോയി പുറം ഒരടി അടിച്ചാൽ തൊലിയുരിയുന്ന അടുത്തയടിയിൽ പച്ചമാംസം കിറുകിറപ്പറയുന്ന അടിയേറ്റ് തല്ലി തകർത്ത യേശുവിനെ ഭാരമേറിയ മരക്കുരിശ് തോളിൽ വെച്ച് വ്യസന വീഥിയിലൂടെ ഗതെ വീണും എഴുന്നേറ്റും ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന് കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ് ദാഹത്താൽ സർവാംഗവും തളർന്ന് ഗോൽഗോത്തയിലേക്ക് കാൽവറിയിലേക്ക് ക്രാനിയോനിലേക്ക് നീങ്ങുന്ന യേശുവിനെ ഒടുവിൽ ക്രൂശിലെത്തിക്കഴിഞ്ഞപ്പോൾ ഗോൽഗോത്തയിൽ എത്തിക്കഴിഞ്ഞപ്പം പണിതീർത്ത ക്രൂശ് മലർത്തിയിട്ടിട്ട് ഷൂസ് ഇട്ട കാലുകൊണ്ട് കൈകാലുകൾ ചവിട്ടി പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുന്ന യേശുവിനെ കയറിന്റെ സഹായത്തോടെ പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ആ ബോഡി ഇടിച്ചിരുത്തപ്പെടുന്ന യേശുവിനെ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു, എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന് പറഞ്ഞ യേശുവിനെ ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ യേശുവിനെ പിൻപറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അനുഗ്രഹത്തിന്റെ പാത്രം മട്ടോളം ഊറ്റി കുടിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ വെച്ച കഷ്ടതയുടെ പാതയും എനിക്ക് കുടിക്കേണ്ടി വരേണ്ടി വന്നാൽ സഹിക്കാൻ കഴിയാത്തതാണെങ്കിലും ഞാൻ അവൻ്റെ കാൽച്ചുവടുകളെ ഗദസമനയുടെ പടിവാതിക്കൽ വരെ മാത്രമല്ല കല്ലറയിൽ നിന്നുള്ള ഉയർപ്പ് വരെ പിൻപറ്റുമെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എന്നെ കർത്താവ് എന്നെ പിൻപറ്റാൻ വെച്ചിരിക്കുന്ന പാത കഷ്ടതയുടെ പാതയാണെങ്കിൽ അതിനെ ആലിംഗനം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. എല്ലാ കഷ്ടതയും ചെകുത്താന്റെ സംഭാവനയല്ല, കഷ്ടതയുടെ ഉറവ സാത്താൻ ഒരുക്കുന്ന വഴികളാണെങ്കിലും എൻ്റെ അപ്പച്ചൻ അനുവദിക്കുന്ന അവിടുത്തെ കാൽച്ചുവട് പിൻപറ്റുന്ന രാജപാതയാണ് ഞാൻ അനുഭവിക്കുന്ന കഷ്ടത. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരമടിച്ച് ഒന്ന് ദൈവത്തെ ആരാധിക്കാമോ? ഈ രാത്രി പൈശാചിക ശക്തികൾ നിന്റെ കാതിൽ ഇങ്ങനെ പറയും, അത് പൈശാചിക ശക്തിയാണ്, അത് ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരമാണ്, അത് മന്ത്രപ്രയോഗം, അത് ക്ഷുദ്രവാദമാണ്, അത് ശാപത്തിന്റെ ഘട്ടാണ്. എന്നാൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ യേശു പിൻപറ്റിയ ചുവടുവയ്പ്പുകളെ പിൻപറ്റാൻ എൻ്റെ കർത്താവ് എനിക്ക് തന്ന മാതൃകയാണ് എൻ്റെ കഷ്ടതയെങ്കിൽ അത് സഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി പറയട്ടെ, ഗദസമനയിലെ പ്രാണവേദനയിൽ കൊതി നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നില്ല, ഹിതം നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്. എന്താ ഒന്ന് പറയാമോ? ഗദസമനയിലെ പ്രാണവേദനയിൽ കൊതി നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നില്ല, ഹിതം നിവർത്തിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. കൊതിച്ചത് കിട്ടിയതിന് ശേഷം മരുഭൂമിയിൽ ഒരുപറ്റം ആളുകൾ അവസാനിച്ചു. എന്നാൽ ഹിതം അനുഭവിക്കാൻ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം അവൻ മൂന്നാം നാൾ കല്ലറയെ ഭേദിച്ചുയർത്തെങ്കിൽ എൻ്റെ കൊതി നിവർത്തിച്ച് മരുഭൂമിയിൽ അടങ്ങുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിവർത്തിച്ച് പുനരുത്ഥാനത്തിൽ നിത്യതയിലെത്തുന്നതാണ് എനിക്ക് വലുതെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയണം, എൻ്റെ കഷ്ടത എൻ്റെ യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമത്തെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. കർത്താവിന് സ്തോത്രം. നാം അവൻ്റെ മാതൃക പിന്തുടരേണ്ടതിനെന്ന പ്രയോഗം ഒന്ന് മനസ്സിൽ കരുതിക്കണം കേട്ടോ. മാതൃക എന്ന പ്രയോഗം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകർ മുകളിൽ എഴുതി കൊടുക്കുന്ന വരി ആവർത്തിച്ച് എഴുതുന്നതിന് തുല്യമായൊരു പ്രയോഗമാണ്. നമുക്കറിയാമല്ലോ, ദൈവത്തിന് സ്തോത്രം, അധ്യാപകർ ആദ്യം എഴുത്ത് പഠിപ്പിക്കാൻ മോളിൽ ഒരു വരി എഴുതി കൊടുക്കും. അതുപോലെ കുട്ടി താഴോട്ട് പകർത്തി എഴുതണം. ഇങ്ങനെ തെറ്റ്
തെറ്റുകൂടാതെ അതേ മോഡലിൽ പകർത്തി എഴുതുമ്പോഴാണ് അധ്യാപകൻ ശരിയെന്ന് പറയുന്നത്. 33.5 കൊല്ലം എൻ്റെ യേശു കടന്നുപോയ അവൻ്റെ മാറ്റർ അതുപോലെ എൻ്റെ മരണത്തിന് മുൻപ് പകർത്തി എഴുതുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, അത്രയെ സഹിക്കാൻ ഈ ഉള്ളവന് കഴിവില്ലെങ്കിലും നിന്റെ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം, ഈ കഷ്ടതയുടെ പുറകിൽ ഒരു ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇത് സാധാരണ കഷ്ടതയല്ല, എൻ്റെ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്ന കഷ്ടതയാണ്. ഇനി എബ്രായ ലേഖനം 12:6 വാക്യം, എന്നെ ശിക്ഷണം പഠിപ്പിക്കാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ് കഷ്ടത. ഒന്ന് വായിച്ചാട്ടെ, എബ്രായർ 12:6 വേഗം. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെ തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനത് വിശദീകരിക്കാൻ മുൻപ് സമയമില്ല, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കുക, അപ്പച്ചൻ്റെ അടിയാണ് കഷ്ടത. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? അപ്പച്ചൻ്റെ അടിയാണ് കഷ്ടത. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഓർക്കണം, അപ്പനാണ് അടിച്ചതെങ്കിൽ അത് വൈരാഗ്യം കൊണ്ട് അടിച്ചതല്ല, സ്നേഹം കൊണ്ട് അടിച്ചതാണ്. എൻ്റെ അപ്പച്ചൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കഷ്ടത അനുവദിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് എൻ്റെ അപ്പച്ചൻ ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഈ കഷ്ടത എൻ്റെ അപ്പച്ചൻ്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ സഹിക്കാനുള്ള കൃപ കൂടെ തരണമേ. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, മണിക്കൂറുകൾ സംസാരിക്കേണ്ട വിഷയമാണെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗം കൂടെ ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം 6:7 വാക്യത്തിലേക്ക് കൂടെ വന്നാട്ടെ. ഗലാത്യർ 6:7 ശ്രദ്ധിച്ച് വായിക്കണേ. കഷ്ടതയുടെ കാരണം വായിച്ചാട്ടെ. ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇനി അടുത്ത കഷ്ടതയുടെ കാരണം 6 കാരണങ്ങൾ വിശകലനം ചെയ്യാൻ മുൻപിൽ സമയം അനുവദിക്കുന്നില്ലെങ്കിലും ശ്രദ്ധിക്കുക. 1 കഷ്ടത, ഒരു ദൈവവൈതൻ അനുഭവിക്കുന്ന കഷ്ടത. 1 ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. എന്താ? ദൈവത്തിന്റെ നിയമനത്തിന്റെ ഭാഗമാണ്. 2 ഒരു ഭക്തൻ അനുഭവിക്കുന്ന കഷ്ടത യേശുവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റലാണ്. 3 ഒരു ഭക്തൻ അനുഭവിക്കുന്ന കഷ്ടത കർത്താവ് നൽകുന്ന ശിക്ഷണത്തിന്റെ ഭാഗമാണ്. സ്നേഹിക്കുന്ന അപ്പന് മാത്രമേ കുഞ്ഞിനെ ശിക്ഷിക്കാൻ പറ്റൂ. ചെളിക്കുണ്ടിൽ കിടന്ന LKG ക്ലാസ്സിൽ പോകേണ്ട സമയത്ത് കുഞ്ഞ് കളിച്ചാൽ അപ്പനും അമ്മയും വന്നിട്ട് ഈ കുഞ്ഞിനെ ബലമായിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി ബാത്റൂമിൽ കുളിപ്പിച്ചതിന് ശേഷം ഡ്രസ്സ് ഇട്ട് നേരെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ കരച്ചിൽ ഉയർന്നാലും കുഞ്ഞെ നിന്റെ ഭാവിയെ നന്നായി അറിയാവുന്ന അപ്പച്ചൻ അറിയാം, തൽക്കാലം കരഞ്ഞാലും ഇത് നിനക്ക് നന്മയാണെന്ന് അതിൻ്റെ അപ്പച്ചൻ അറിഞ്ഞുകൊണ്ട് അനുവദിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇത് സാധാരണ കഷ്ടതയല്ല, ഇത് എൻ്റെ അപ്പച്ചൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഇനി മറ്റൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത എൻ്റെ ദൈവത്തിൻ്റെ ശിക്ഷണം മാത്രമല്ല, എൻ്റെ ദൈവം എന്നെ പരിശോധിച്ച് ബലപ്പെടുത്തുകയാണ്. പരിശോധനയിലൂടെ നിന്നെ പ്രമോഷന് വേണ്ടി ഒരുക്കുകയാണ്. തീർന്നില്ല, എൻ്റെ ദൈവം അനുവദിക്കുന്ന കഷ്ടത പിന്മാറ്റത്തിൽ നിന്ന് മടക്കി വരുത്താൻ തമ്പുരാൻ തരുന്ന ശിക്ഷണത്തിൻ്റെ ഉപാധിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ പറയാം. വിതയ്ക്കുന്നത് കൊയ്യുന്നതാണ് ചില കഷ്ടതകൾ. സാധാരണ കഷ്ടതയെല്ലാം വിതയ്ക്കുന്നത് കൊയ്യുന്നതല്ല. ഇന്ന് രാത്രിയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതയുടെ കാരണം കണ്ടെത്താൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ഒരു മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അങ്ങനെയാണെങ്കിൽ വിതയ്ക്കുന്ന ഇടത്ത് തന്നെ കൊയ്യും, വിതയ്ക്കുന്ന സ്ഥലത്ത് തന്നെ കൊയ്യും. നമുക്കറിയാം, അപ്പനെ കബളിപ്പിച്ച യാക്കോബ് അപ്പനെ കബളിപ്പിക്കുമ്പോൾ അരക്കപ്പാട്ടിറച്ചി കൊടുത്ത് അപ്പച്ചനെ കളിപ്പിക്കുമ്പോൾ ഓർത്തില്ല, കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ വിതച്ചത് കൊയ്യേണ്ടി വരുമെന്ന്. സ്തോത്രം. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പനെയാണ് കളിപ്പിച്ചത്. പക്ഷേ ഞാൻ കണ്ണ് കാണുമ്പോൾ തന്നെ എൻ്റെ മക്കൾ എന്നെ തിരിച്ച് കളിപ്പിക്കും എന്ന് ഒരിക്കലും യാക്കോബ് വിചാരിച്ചില്ല. വർഷങ്ങൾ മുൻപോട്ട് പോയി. പിള്ളേരെല്ലാം കൂടെ വനത്തിൽ നിന്ന് വന്നപ്പം ഒരു പൊതിക്കെട്ടുമായിട്ടാണ് വന്നേ. അപ്പച്ചാ ഇത് ആരുടേതാണെന്ന് നോക്ക്. പൊതിക്കെട്ടഴിച്ച് നോക്കിയപ്പോഴേ അപ്പൻ്റെ ചങ്ക് തകർന്നു പോയി. ആ വസ്ത്രം മാറോടടുക്കി പിടിച്ചുകൊണ്ട് വാർദ്ധക്യത്തിലെ വാത്സല്യപുത്രനായ ജോസേഫിന് തയ്ച്ചു കൊടുത്ത ആ നിലയങ്കിയായതുകൊണ്ട്, അത് മൃഗങ്ങളുടെ ചോരയിൽ മുക്കി വന്നതുകൊണ്ട് എൻ്റെ സ്വന്തം കുഞ്ഞിനെ മൃഗങ്ങൾ കടിച്ചു കീറി കളഞ്ഞല്ലോ എന്നോർത്ത് അപ്പൻ വലുതായിട്ട് കരഞ്ഞു.
കരയണ്ട കേട്ടോ. പണ്ടേ 3 പതിറ്റാണ്ട് മുൻപ് നീ ഒരു കളിപ്പീര് നടത്തിയിട്ടുണ്ട്. ദൈവം അത് മറന്നിട്ടില്ല. 3 പതിറ്റാണ്ടിന് ശേഷം നിന്നെ തിരിച്ച് കളിപ്പിക്കാൻ ദൈവം അനുവദിച്ച കളിപ്പീരായി കളിപ്പീര്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ശോധനയുടെയും പുറകിലെ ചില കാരണങ്ങളിൽ ഒന്ന് ഒരു പക്ഷേ നിങ്ങൾ വിതച്ചത് നിങ്ങൾ തിരിച്ചു കൊയ്യുന്നതായിരിക്കും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ശൗൽ കൊല്ലപ്പെട്ട ഉപകരണം ഏതായിരുന്നു? സ്തോത്രം. ശൗൽ കൊല്ലപ്പെട്ട ഉപകരണം ഏതായിരുന്നു? പോട്ടെ, ഹാമാന്റെ കഴുത്ത് മുറുകിയ കയറ് ആരുണ്ടാക്കിയതായിരുന്നു? നിങ്ങൾ അതിന് ഉത്തരം ചിന്തിച്ചെന്ന് പറഞ്ഞാൽ മതി. ദൈവത്തിന് സ്തോത്രം. ശൗൽ കൊല്ലപ്പെട്ട ഉപകരണം കുന്തമായിരുന്നു. ആരെടുത്ത കുന്തം? സ്വന്തം കുന്തം. വർഷങ്ങൾക്ക് പുറകിൽ ഒരഭിഷിക്തൻ വനാന്തരത്തിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ പാട്ടുപാടാൻ കൊട്ടാരത്തിലോട്ട് ചെന്നു. പാടിക്കൊണ്ടിരിക്കുന്ന സമയം മുൻപിലിരിക്കുന്ന കുന്തം ഇദ്ദേഹത്തിന്റെ നെഞ്ചിന് നേരെ വലിച്ചെറിഞ്ഞു. അതിൽ നിന്ന് കർത്തൃദാസൻ ഒഴിഞ്ഞു മാറി. എന്നാൽ എൻ്റെ ദൈവം വിട്ടില്ല കേട്ടോ. ആ കുന്തത്തിൽ ദൈവം ഒരു ഡേറ്റ് വെച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. മരിച്ചിട്ടും കാര്യം തീർന്നില്ല. ഞാൻ ഓർക്കയാണ്, അവന്റെ കഴുത്ത് വെട്ടിക്കൊണ്ട് പോയിട്ടും കഥ അവസാനിച്ചില്ല. രാത്രിയിൽ ബേത്ശേമ്യർ നടന്നു വന്ന് ആത്മഹത്യ ചെയ്യാൻ കുന്തമുനയിൽ കയറി നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ ബോഡി പൊക്കിയെടുത്ത് അവരുടെ ക്ഷേത്രത്തിന്റെ ചുവരിലെ അറപ്പടിയിൽ തൂക്കുമ്പോൾ ഒരു കുന്തത്തിൽ തൂങ്ങി നിൽക്കുന്ന ഡെഡ് ബോഡിയെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയണം, ഇത് സാധാരണ ബോഡിയല്ല, ഇത് വിതച്ചത് കൊയ്യുന്നതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ഈ യോഗം തീരുന്നതിന് മുൻപ് ദൈവത്തോട് ചോദിക്കണം, ഞാൻ അനുഭവിക്കുന്ന കഷ്ടത ഞാൻ വിതച്ചത് കൊയ്യുകയാണോ? ഇത് തിരിച്ചറിയാൻ കണ്ണ് തുറക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്ന് നിലവിളിച്ച് കർത്താവിനോട് ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ദാവീദിന്റെ മകൻ അബ്ശാലോം ദാവീദിന്റെ 10 ഭാര്യമാരെ മലിനപ്പെടുത്തി. എന്നാൽ കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോകുന്ന സമയം അവന്റെ തലമുടി കരിവേലകത്തിൽ തൂങ്ങി താഴേക്ക് കിടക്കുമ്പോൾ 10 ബാല്യക്കാർ ഒരുമിച്ചുകൂടി ഇവനെ തല്ലിക്കൊല്ലുന്ന വേളയിൽ 10 പേരുടെ കൈകൾ ഇവന്റെ മേൽ വന്ന് അനാഥപ്രേതം പോലെ തൂങ്ങിക്കിടന്ന് പിടഞ്ഞു മരിക്കാനുള്ള കാര്യമെന്താ? അബ്ശാലോമേ, നീ ഇത് വിതച്ചത് തന്നെ കൊയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം തിരുവെഴുത്ത് പറയുന്നു, അത് ഹാമാൻ ദൈവജനത്തിനെതിരെ കഴുകുമരം ഉയർത്തിയപ്പോൾ അവൻ ഓർത്തില്ല, ഈ കുരുക്കിനകത്ത് തൂങ്ങാൻ പോകുന്നത് എൻ്റെ കഴുത്ത് തന്നെയാണെന്ന്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന ജീവന്റെ വചനം സത്യമാണെങ്കിൽ ഈ രാത്രി ഓർക്കുക, ചില കഷ്ടത ശിക്ഷയാണ്, അത് അപ്പച്ചന്റെ അടിയാണ്. ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറയണം, കർത്താവേ, എൻ്റെ ശിക്ഷ അനുഭവിക്കാൻ ഇടയാകാതിരിക്കാൻ ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്കൊന്ന് കവിണ് വീഴുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. 2 കരങ്ങളും കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വാ തുറന്ന് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറന്ന്, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മറന്ന്, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ ഉദ്ദേശം കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ശബ്ദമുയർത്തി ഇരിക്കുന്ന ഇരിപ്പിൽ വാ തുറന്നെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു കൊയ്യത്തക്ക വിധത്തിൽ എന്തെങ്കിലും നിങ്ങൾ വിതച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഉയർന്ന കരങ്ങളോടെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ കെട്ടിനെ നിങ്ങളുടെ വാ കൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചഴിക്കുന്ന രാത്രിയായി രാത്രി തീരണം. യെസ്, ശബ്ദമുയരട്ടെ. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ദൈവത്തിൻ്റെ തേജസ് ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ചിലത് നിന്റെ കുടുംബത്തിന്റെ പുറകിൽ നിഴൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാത്രി തുറന്ന വചനത്തിൻ്റെ മുൻപിൽ ഒരു സമർപ്പണത്തിനായി വ്യക്തികളെ ദൈവം ഒരുക്കുന്ന രാത്രിയാണ്. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, തന്ത്രപരമായിട്ടായിരുന്നു ദാവീദ് നീങ്ങിയത്. അവൻ ഒരിക്കൽ രാത്രിയിൽ ഗാഠമായി ഉറങ്ങേണ്ട സമയത്ത് പലതിനും സമയം ചിലവഴിച്ചവനാകാം. എന്നാൽ അന്നൊരിക്കൽ
ഒരിക്കൽ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാവുന്നതിന് മുൻപ് പകൽ മുഴുവൻ കിടന്നുറക്കമായിരുന്നു. ആ ഗാഠനിദ്ര കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് ദൂരവേ വെച്ച് കണ്ടു. അനാവശ്യമായ മ്ലേച്ഛതയിലേക്ക് കണ്ണു പോയതിൻ്റെ പുറകെ ആള് പോയതിൻ്റെ പുറകെ ആള് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു നിമിഷം ശ്രദ്ധിച്ചേ. ദാവീദ് ആരായിരുന്നു? സാധാരണക്കാരനല്ല കേട്ടോ. കൊട്ടാരത്തിനകത്ത് ഒരു കുട്ടിക്കല്യാണം നടന്നു. നാട്ടുകാരെന്തു പറഞ്ഞു കാണും? ഞങ്ങളുടെ ദാവീദ് രാജാവിനെ പോലെ വിശാല ഹൃദയമുള്ള ആരെയും കിട്ടില്ല. ഞങ്ങളുടെ ഒരു കാലാൾ പടയാളിയായ ഊരിയാവ് അടുത്ത ദിവസങ്ങളിൽ യുദ്ധമേഖലയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ദുഃഖം മാറ്റാൻ ഞങ്ങളുടെ മഹാരാജാവ് പുള്ളിക്കാരൻ്റെ അന്തഃപുരത്തിലേക്ക് ആ വിധവയെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. അതൊന്നുമല്ല നടന്നത്. ഒടുവിൽ ദൈവത്തിൻ്റെ കരം അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് വന്നപ്പോൾ മുഖത്തോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണെന്ന്. ഒടുവിൽ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ വിറച്ചു പോകും. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഇസ്രയേലെല്ലാം കാണുക സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. നിന്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ നിനക്ക് അനർത്ഥം ഭവിക്കും. നിങ്ങൾ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിറച്ചുകൊണ്ട് ചിന്തിക്കണം, ഞാൻ സേവിക്കുന്ന ദൈവം പൊട്ടനല്ല. എൻ്റെ ദൈവം ചാരിക്കിടന്ന് ഉറങ്ങുന്ന ബൊമ്മയല്ല. എൻ്റെ ദൈവത്തിൻ്റെ ജ്വലിക്കുന്ന ദൃഷ്ടികൾ കൂടെ പിറപ്പേ നിന്റെ സ്വകാര്യതകളിലേക്ക് ഇന്ന് രാത്രി ആഴ്ന്നിറങ്ങുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ ആത്മീയത അഭിനയിക്കുമ്പോഴും നിന്റെ ഉള്ളറയിൽ മറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ വിഷകാഠിന്യത്തെ ജ്വലിക്കുന്ന ദൃഷ്ടികൾ കൊണ്ട് കാണുന്ന കർത്താവിൻ്റെ കണ്ണുകൾ ചില വ്യക്തികൾക്ക് നേരെ കത്തിക്കയറിയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ വ്യാപരിക്കുന്ന ബന്ധനത്തിന്റെ കാരണം കണ്ടെത്താൻ ഈ രാത്രി കവിണ് വീഴുന്ന രാത്രിയാകണം. ഇതെന്താണ് ഇതിന്റെ പുറകിലെ കാരണം? ദൈവത്തോട് ചോദിക്കുക. ഇനിയും ശ്രദ്ധിക്കേ, ദാവീദ് പറയുന്നു, എൻ്റെ കുടലിന് നടുവേ ഉരുകിയിരിക്കുന്നു, എൻ്റെ അസ്ഥി ഒട്ട് കഷണം പോലെ ആയിരിക്കുന്നു, എൻ്റെ നാക്കണ്ണാക്കോട് പറ്റുന്നു, എൻ്റെ പോഷത്വ നിമിത്തം എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു, കൂട്ടുകാർ എൻ്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. അഭിഷിക്ത, എന്ത് പറ്റി? പറയും. ശരീരത്തിലെ അരയുടെ ഭാഗത്ത് അസാധാരണമായ വ്രണം. എന്താണ് കാരണമെന്നറിയില്ല. വല്ലാത്ത ദുർഗന്ധം, ആർക്കും അടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അടിക്കുറിപ്പിനൊരു പ്രയോഗം കുറിച്ചു. ഇത് ബന്ധനമല്ല, ഇത് പോരാട്ടമല്ല, ഇത് ശാപമല്ല, എൻ്റെ ഭോഷത്വമാണ് ഇതിനുള്ള കാരണം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ പ്രശ്നവും ബന്ധനമല്ല. ചില വിഷയങ്ങളുടെ പുറകിൽ ചില കാരണങ്ങളുണ്ട്. ഇന്ന് രാത്രിയെ കരം കർത്താവിങ്കിൽ നിന്ന് ഉയർത്തിക്കാട്ടെ. ശബ്ദമുയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ കാരണം എന്താണെന്ന് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ശബ്ദമുയർത്തി രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ബന്ധനമുയരാൻ, ഈ വിപത്ത് സംഭവിക്കുവാൻ, ഈ അനർത്ഥമുണ്ടാകാൻ ഉള്ള കാരണം എന്താണെന്ന് ഇന്ന് രാത്രി എൻ്റെ കണ്ണുകൾക്ക് നീ ഒന്ന് ബോധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സകല ദൈവമക്കളും ഒരുമിച്ചൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ചില ആക്സിഡന്റുകൾ പോലും ഒരു സഭയ്ക്കകത്ത് ആഭ്യന്തര ഭിന്നതകൾക്ക് രഹസ്യമായി നേതൃത്വം കൊടുത്ത ഒരു ബുദ്ധിജീവിയായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാളുടെ തന്ത്രപരമായ നീക്കം സമാധാനമായ സഭയ്ക്കകത്ത് ഭിന്നതയുടെ വിഷവിത്തുപാകി. ആ സഭയുടെ നടത്തിപ്പുകാരനായ ദൈവദാസൻ പലവട്ടം ഉപദേശിച്ചു. ചില വർഷങ്ങൾക്ക് പുറകിലാണ്, കേട്ടില്ല. ഒടുവിൽ ഒരു വിഷയത്തിൻ്റെ മധ്യസ്ഥ ചർച്ചയ്ക്ക് നടുവിൽ ആ കർത്തൃദാസൻ എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, അകത്തോട്ട് കയറ്, ഇന്ന് തീരുമാനമെടുക്കാൻ പോകുകയാണ്. ഈ പ്രശ്നക്കാരനായ സഹോദരനെ മുൻപിലേക്ക് വിളിച്ച് മുൻപിലത്തെ കസേരയിലിരുത്തി രണ്ട് കൈകളും അദ്ദേഹത്തിന് മേൽ വെച്ചിട്ട് ഈ അഭിഷിക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: സകല കോടതികൾക്കും മീതെ സർവാധികാര കോടതിയിൽ വിരാജിച്ചാലുള്ളെന്ന് ഞങ്ങളുടെ മഹാജഡ്ജിയായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കോടതിക്ക് കഴിയാത്തത് അങ്ങയുടെ കോടതിക്ക് കഴിയും.
ഈ മകനെ നിന്റെ കൈകളിൽ കൈമാറുന്നു. വിശുദ്ധനെങ്കിൽ നീ നീതീകരിക്കണം, അശുദ്ധനെങ്കിൽ നീ കൈയേറ്റുകൊള്ളണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ് കിഴക്ക് അതേ വനാന്തരത്തിൽ ഈറ്റ വെട്ടാൻ പോയതാ. സഹപ്രവർത്തകരുമായി ഈറ്റ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വനത്തിൽ ഈറ്റയ്ക്കിടയിൽ ഒരു കാട്ടിൽ ആനയിളക്കം. മുൻപിൽ നിന്നവരൊക്കെ ഓടി, ഇദ്ദേഹവും ഓടി. പക്ഷെ ആന ഇദ്ദേഹത്തെ മാത്രം ലക്ഷ്യമാക്കി ഓടി. ഓടിച്ചെന്ന് ഓടിയ ഇദ്ദേഹത്തെ തട്ടി താഴെയിട്ട് ഒരു കാല് ചവിട്ടിപ്പിടിച്ച് മറ്റേ കാല് ചവിട്ടിപ്പിടിച്ചത് തുമ്പിക്കൈ കൊണ്ട് ചുരുട്ടി വലിച്ച് കീറിയിട്ട് തീ കത്തിച്ചിട്ട് പോലും അടുക്കാതെ ആ ബോഡിക്ക് ആന 2-ലധികം ദിവസങ്ങൾ കാവൽ നിന്നു എന്ന് ഞാൻ സഹപ്രവർത്തകരിൽ നിറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം. എല്ലാത്തിനും ഒരു കാരണമല്ല ഉള്ളത്. ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റി, ശാന്തമായി ഒന്ന് എഴുന്നേറ്റി. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതയുടെ കാരണം എന്താണെന്ന് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് 2 കൈകളും ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ നിലവിളിയോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപ് എൻ്റെ കഷ്ടതയുടെ കാരണം എന്താണെന്ന് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നിൽക്കുന്ന നിൽപ്പിൽ യേശുവേ എന്നൊന്ന് ശബ്ദമുയർത്തി വിളിച്ചുകൊണ്ട്, ശബ്ദമുയരട്ടെ, ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയർത്തി വിളിച്ചിട്ട്, വാ തുറന്ന് വിളിച്ചിട്ട് പറ, കർത്താവേ, ഉപവാസ പ്രാർത്ഥന 3-ാം ദിവസം ഉപസംഹരിക്കുന്നതിന് മുൻപ് എൻ്റെ കഷ്ടതയുടെ പുറകിലെ കാരണം എന്താണെന്ന് കാണാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരു പ്രവാചകൻ തലയിൽ കൈവച്ച് ദൂത് പറയുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടത എന്താണ്, ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേദനയുടെ കാരണം എന്താണ്, പിശാചിനെ എൻ്റെ വിഷയത്തിന്മേൽ ഇടപെടാൻ ദൈവം അനുവദിച്ചതിൻ്റെ കാരണം എന്താണ്? സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഈ പുൾപിറ്റിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിനകത്ത് ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ചില വ്യക്തികളോട് കൂടെ ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളോട് ദൈവത്തിന് ആത്മാവ് ഇടപെടുകയാണ്. ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ നെഞ്ചോട് ആ കൈകൾ ചേർത്ത് വെച്ചു. എന്നിട്ട് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കർത്താവേ, ഇത് പൈശാചിക ശക്തികളുടെ ബന്ധനമാണോ? ഇത് കുടുംബത്തെ വാഴുന്ന ശാപത്തിന്റെ കെട്ടുകളാണോ? ഇത് വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ചില അപാകതകളുടെ തിരിച്ചടികളാണോ? ഇതെന്റെ ദൈവം അനുവദിച്ച പരിശോധനയുടെ വഴിയാണോ? എൻ്റെ ദൈവത്തെ രുചിച്ചറിയാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടതയാണോ? എന്നാൽ എൻ്റെ ജീവിതത്തിൽ നിഗളിക്കാതിരിക്കാൻ അനുവദിച്ച ശൂലമാണോ? എൻ്റെ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാനുള്ള മാതൃകയാണോ? എൻ്റെ ജീവിതത്തിൻ്റെ നിയമനത്തിൻ്റെ ഭാഗമാണോ? എന്നെ മടക്കി വരുത്താനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണോ? പ്രാർത്ഥിച്ചേ. ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചേ. എന്നെ മടക്കി വരുത്താനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണോ? അപ്പനും മകനും എന്ന ബന്ധത്തിൽ എന്നെ അടിച്ച് നന്നാക്കാൻ അപ്പച്ചൻ ഉപയോഗിക്കുന്ന ബാലശിക്ഷയുടെ ഭാഗമാണോ? എന്നെ നേർവഴിക്ക് നടത്താനുള്ള പരിശോധനയാണോ? ഇന്ന് രാത്രി ഏതാണെന്ന് കാണാൻ ഉള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ദൂതിന് മുൻപിൽ, പാസ്റ്ററെ, എനിക്ക് ഈ ദൂത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്നു. ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ കാരണം എനിക്ക് തിരിച്ചറിയേണ്ടതിന് എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങി പിടിക്കട്ടെ. തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയവും അനുഭവിക്കുന്ന കഷ്ടതയുടെ ദൈവോദ്ദേശവും തിരിച്ചറിയാൻ ഇന്ന് രാത്രി ഈ കരങ്ങളുടെ പുറകിൽ ദൈവകരം ഈ രാത്രി ഇറങ്ങി ചലിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവർ വീട്ടിൽ എത്തുന്നതിന് മുൻപ് അവർക്ക് വ്യക്തമായ നിയോഗമുണ്ടാകത്തക്ക വിധം കഷ്ടതയുടെ കാരണം കണ്ടെത്തി അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ അതിന്മേൽ ജയമെടുക്കാൻ ദൈവശക്തി ഇവരുടെ കരങ്ങളുടെ മേൽ ബലത്തോടെ വ്യാപരിക്കട്ടെ. ദൈവാത്മാവതി ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, പുരുഷാരത്തിന്റെ ആരവം പോലെ, തകർത്തയിടി മുഴക്കം പോലെ സ്വർഗത്തിൽ കേട്ട ശബ്ദത്തോടെ എല്ലാവർക്കും ദൈവസന്നിധിക്കാം. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ സ്വയം ചോദിക്കണം, കർത്താവേ, ഈ കഷ്ടതയുടെ കാരണം എന്താണ്? ഈ കഷ്ടതയുടെ കാരണം
എൻ്റെ അപ്പച്ചൻ അനുവദിക്കുന്ന നിയമനമാണോ? എൻ്റെ നാഥൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ ഒരുക്കുന്ന വഴിയാണോ? അല്ല, എന്നെ അപ്പൻ സ്നേഹം കൊണ്ട് അടിക്കുന്ന അടിയാണോ? അല്ല, എൻ്റെ ശിക്ഷണത്തിൽ എന്നെ തെളിയിച്ചെടുക്കാനുള്ള വഴിയാണോ? അല്ല, എന്നെ മടക്കി വരുത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണോ? അല്ല, എൻ്റെ ജീവിതത്തിൽ വിതച്ചത് കൊയ്യാൻ അനുവദിക്കലാണോ? പ്രാർത്ഥനയിൽ തിരിച്ചറിയട്ടെ. ഉപവാസ പ്രാർത്ഥന വ്യക്തി ജീവിതത്തെ വിലയിരുത്തി ദൈവസന്നിധിയിൽ അടുക്കാൻ വഴിയാകട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ചു.